വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഇതുപോലത്തെ കോണ്ടന്റ് വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിലെയും പല ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ, അതുപോലെ ഇമ്പോർട്ടന്റ് MCQs ഒക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു പോയി. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറെ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ലൈവും ഇപ്പൊ നമ്മൾ ടെസ്റ്റ് പേപ്പർ ഒക്കെ നടത്താൻ പോവുകയാണ്. അതിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ഒക്കെ നമ്മുടെ യോധ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കോണ്ടന്റിലേക്ക് പോകാലോ. വാട്ട് ഈസ് ഇറിഗേഷൻ അല്ലെ? നമുക്കറിയാം ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് അഗ്രികൾച്ചർ പ്രാക്ടീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വാട്ടറിങ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കാരണം പ്ലാന്റിന് എസെൻഷ്യൽ ആയിട്ടൊരു കമ്പോണന്റ് ആണ് എന്ത്, വാട്ടർ എന്ന് പറയുന്നത്. സോ എസ് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ പ്രൊവൈഡ് ചെയ്യും. പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ വാട്ടറിങ് ചെയ്യുന്നതിന് പല ടൈപ്പ് ഓഫ് മെത്തേഡ്സുകൾ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സിലബസിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സും അതുപോലെ തന്നെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും പഠിക്കുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പിന് വെള്ളം നനച്ചുകൊണ്ടിരുന്നത്, അതായത് ട്രഡീഷണലി എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. അതില് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ നമുക്ക് അതിന്ന് നോക്കിയാലോ. മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു യൂസ് വാട്ടർ ഇക്കണോമിക്കലി. അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കുറെ ചെലവാകുമായിരുന്നു, അതെങ്കിൽ മാൻ പവർ വളരെ കൂടുതലായിരുന്നു, എല്ലാ ചെടിയിലേക്കും ഒരേപോലെ എത്തിക്കാനും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സയന്റിഫിക്കലി വളരെ ടെക്നോളജിക്കലി കുറെ ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇക്കണോമിക്കലി വാട്ടർ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കണ്ടെത്തി. അങ്ങനെ വന്ന രണ്ട് മെത്തേഡ്സ് ആണ് സ്പ്രിംഗ്ലർ സിസ്റ്റവും അതുപോലെ തന്നെ ഡ്രിപ്പ് സിസ്റ്റവും. ഓക്കെ, സ്പ്രിംഗ്ലർ സിസ്റ്റവും അതുപോലെ തന്നെ ഡ്രിപ്പ് സിസ്റ്റവും. ഈ രണ്ട് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരുടെയും ഫീൽഡിലും, ക്രോപ്പ് ഫീൽഡിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഗാർഡൻസിലൊക്കെ ഇത്തരത്തിൽ സ്പ്രിംഗ്ലേഴ്സ് കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സ്പ്രിംഗ്ലേഴ്സ് എന്ത് ചെയ്യും, ഓൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യും, വാട്ടർ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. അതായത് മഴ പെയ്യുന്ന ഒരു ഇഫക്റ്റ് തന്നെ കിട്ടാൻ പറ്റും അല്ലെ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ സിസ്റ്റം പെർപെൻഡിക്കുലർ പൈപ്സ് ഹാവിംഗ് റൊട്ടേറ്റിംഗ് നോസിൽസ്. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പൈപ്സ് വെക്കും, അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന നോസിൽസ്, ഇങ്ങനെ പൈപ്സ് ഉണ്ടെങ്കിൽ അതിന് മേലെ എന്താണ്, പല നോസിൽസ് ഉണ്ടാകും. ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് വാട്ടർ എല്ലായിടത്തേക്കും എത്തും. സോ ദാറ്റ് they are joined to main pipeline at regular intervals, and when water is allowed to flow through the main pipe under pressure with the help of pump, it sprinkles from the rotating nozzles. അപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം എല്ലായിടത്തേക്കും എത്തും. സോ ഇറ്റ് ഗെറ്റ് സ്പ്രിങ്കിൾഡ് ഓൺ ദ ക്രോപ്പ് ആസ് ഇഫ് ഇറ്റ് ഇസ് റെയിനിങ്. മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് സ്പ്രിംഗ്ലർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ ലോൺസ്, കോഫി പ്ലാന്റേഷൻ ആൻഡ് സെവറൽ അതർ ക്രോപ്സ്. നമ്മുടെ ലോൺസിൽ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം ലോൺസിൽ നമ്മൾ വെക്കും. അതുപോലെ തന്നെ കോഫി പ്ലാന്റേഷൻസ് ഒക്കെ, വലിയ പ്ലാന്റേഷൻസിലും നമ്മൾ ഈ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ വരുന്നതാണ് ഡ്രിപ്പ് സിസ്റ്റം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ ഒരു പൈപ്പ് ലൈനിൽ നിന്ന് ഒരു ചെറിയ ഓസുകൾ ഇങ്ങനെ കണക്ട് ചെയ്യും. ആ ചെറിയ ഓസുകൾ എന്ത് ചെയ്യും, ഇതുപോലെ ഓരോ പ്ലാന്റിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്ലാന്റിലേക്കും കണക്ട് ചെയ്യുന്ന ഈ പൈപ്പ് ലൈനിൽ എന്താണ്, ഇവിടെ ഹോൾസുകൾ ഉണ്ടാവും. ആ ഹോൾസിലൂടെ വാട്ടർ ഓരോ പ്ലാന്റിന്റെയും റൂട്ടിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഇൻ ഡ്രിപ്പ് സിസ്റ്റം എന്താണ്, in this system water falls by drop adjust at the position of the road. അതും ഒഴുകുന്നതല്ല, വളരെ ഫ്രീ ഫോളിംഗ് ആയിട്ടല്ല, ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാത്രം റൂട്ടിലേക്ക് തന്നെ എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് നമ്മൾ ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓരോ തുള്ളി ഡ്രോപ്പ് വീഴുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിന് ഡ്രിപ്പ് സിസ്റ്റം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടെക്നിക് ഫോർ വാട്ടറിങ് ഫ്രൂട്ട് പ്ലാന്റ്സ്, ഗാർഡൻസ് ആൻഡ് ട്രീസ്. അപ്പോൾ ഈ രീതിയിൽ ഫ്രൂട്ട് ഗാർഡൻസ്, നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻസിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. ഇവിടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാട്ടർ ലോസ് ഇല്ല, ആവശ്യത്തിന് വേണ്ട വാട്ടർ എല്ലായിടത്തേക്കും എത്തുന്നു, വെള്ളം ഒഴുകി നഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല ഈക്വലി അതിന്റെ റൂട്ട്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. സോ ഡ്രിപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും പഠിക്കുക. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് രണ്ടിന്റെയും ഇമ്പോർട്ടൻസും എവിടേക്ക് ഇത് യൂസ് ചെയ്യാമെന്നും കൂടെ ഓർത്ത് വെക്കുക. സോ ഇതുപോലത്തെ ടോപ്പിക്കായിട്ട് മിസ് വീണ്ടും വരും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.